ഒന്നും ഇനി പറഞ്ഞിട്ട് കാര്യമില്ല പസ്ക. അട്ടെ, എങ്ങോട്ടാ മോളെയും കുട്ടി? വേറെ എങ്ങോട്ട്? യത്തീംഖാനിലേക്ക്. യത്തീംഖാനിലേക്കോ? ഉപ്പയും ഉമ്മയും ജീവിച്ചിരിപ്പോൾ അസ്മാബി യത്തീംഖാനിലാണ് വളരുന്നത്. ആർക്കും വേണ്ടാത്തവളെ യത്തീംഖാനെ ചേർക്കല്ലാതെ വേറെ എന്ത് ചെയ്യാനാ? ജനിപ്പിച്ച ഉപ്പയായ എന്റെ ജ്യേഷ്ഠന് ഓന്റെ ഭാര്യയെ പേടി. അഹമ്മദിന് മോളെ വേണ്ട. കൊറേ കാലം വിധവയായി നിന്ന് കഷ്ടപ്പാടിനൊടുവിൽ കിട്ടിയ ഭർത്താവ് സുലൈമാനെ എന്റെ പെങ്ങക്കും പേടി. സീനത്തിനും മോളെ വേണ്ട. ക്ഷയരോഗിയും കാൽക്കാശിന് അധ്വാനിക്കാൻ വകയില്ലാത്ത എനിക്കും എന്റെ ഭാര്യയെ പേടി. അമ്മാവനും അമ്മായിക്കും ഇവളെ വേണ്ട. യത്തീംഖാനെ ചേർക്കല്ലാതെ വേറെ എന്ത് ചെയ്യണോ? തല്ലിക്കൊല്ലണോ? അതോ പറയൂ സഭേ. അബ്ബാസ്ക, എന്നാലും ഉപ്പ ജീവിച്ചിരിപ്പോൾ ഒരു പൈതലിനെ യത്തീംഖാനയില് മിണ്ടരുത്. വില്ലേജ് ഓഫീസറെയും മറ്റും സ്വാധീനിച്ച് സ്വയം മരിച്ചു എന്നുള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി അഹമ്മദിനില്ലാത്ത വിഷമോ അനുജനായ എനക്ക്. ഇക്കാക്ക മരിച്ചു എന്ന് സ്വയം സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി തന്നോ? എന്താ സംശയണ്ടോ? അല്ലാതെ ഉമ്മയും ഉപ്പയും ജീവിച്ചിരിപ്പുള്ള കുട്ടികളെ യത്തീംഖാനിലെടുക്കോ? ബാപ്പയും ഉമ്മയും മരിച്ച് അനാഥരാവുന്നവരുണ്ട്. അതിനേക്കാൾ കട്ട ഇക്കൂട്ടരുടെ സ്ഥിതി. ജീവിച്ചിരിക്കുന്ന ഉമ്മയും ഉപ്പയും വേറെ കല്യാണം കഴിച്ചതിന്റെ പേരില് അനാഥരായി പോകുന്ന കുട്ടികള്. ഏത് തരം എത്തീമുകളാ ഇവര്? കല്യാണം കഴിച്ച് മക്കളുണ്ടാവും. എന്തൊക്കെയോ നിസ്സാര കാര്യത്തിന്റെ പേരിൽ ഭാര്യയും ഭർത്താവും പിണങ്ങും, തൊലാക്ക് ചൊല്ലും. മാസം ഒന്ന് തികയുന്നതിന് മുമ്പേ ആണടുത്ത പെണ്ണും കെട്ടും. അതോടെ ആദ്യത്തെ മക്കളോയലും. വൈകാതെ കുട്ടികളുടെ ഉമ്മക്കും വേറെ കല്യാണം നടക്കും. രണ്ടാം കെട്ടായതുകൊണ്ട് പെണ്ണിന്റെ സമ്മതം ചോദിക്കും നിക്കാഹിന്. എന്നാ നിക്കാഹിന് സമ്മതം ചോദിക്കുന്ന ഖത്തീബോ പെണ്ണിനെ നുള്ളി നിർബന്ധിച്ചു സമ്മതം മൂളിക്കുന്ന ബന്ധുക്കളോ ചിന്തിക്കുന്നില്ല ഇപ്പോഴുള്ള കുട്ടികളുടെ ഭാവി എന്താവുന്നു. അങ്ങനെ ഈ പാവം മക്കൾക്ക് ഉപ്പാന്റെയും ഉമ്മാന്റെയും കല്യാണത്തിൽ പങ്കെടുത്ത് ഓരോ തൊള്ള ചോറുന്ന അത്ര തന്നെ. അബ്ബാസ്ക, ഞാനുണ്ട് യത്തീംഖാനിലേക്ക്. വാ മോളെ, വാ. അബ്ബാസ്ക, വരി. യത്തീമിനെ സംരക്ഷിക്കുന്നത് സ്വർഗത്തിൽ എന്നോടൊപ്പം ഇതുപോലെ ആയിരിക്കുമെന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നത്. നന്നായി, നിങ്ങളൊരു സൽക്രമമാണ് ചെയ്തിരിക്കുന്നത്. ഇതാ DC. ഒരു മിനിറ്റ്. ഇതാ മോളെ, ഇത് നിനക്കുള്ളതാണ്. മുമ്പൊരു കോടീശ്വരൻ ഇവിടെ സന്ദർശനത്തിന് വന്നു. വളരെ കഷ്ടപ്പെട്ട് ഉയർന്ന നിലയിലെത്തിയ ഒരാളാണ് അദ്ദേഹം. അന്ന് അസ്മാബിയുടെ പാട്ടും പെരുമാറ്റവും ഒക്കെ കണ്ടപ്പോ മൂപ്പർക്ക് വളരെ ഇഷ്ടം തോന്നി. മുതിരുമ പഠനത്തിനും വിവാഹത്തിനും വേണ്ടി ഉപകരിക്കട്ടെ എന്ന് കരുതി കുറച്ച് വസ്തു അസ്മാബിയുടെ പേരിലാക്കി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതിന്റെ രേഖകളാണത്. ഇനി ഇതിവിടെ ഇരിക്കണ്ടല്ലോ. അവള് കൊണ്ടുപോയിക്കോട്ടെ. അസ്സലാമു അലൈക്കും. വഅലൈക്കും സലാം. ഇവളെ മനസ്സിലായല്ലോ അല്ലേ? ഞാൻ പെറ്റ മോളെ എനിക്ക് പ്രത്യേകിച്ച് മനസ്സിലാക്കി തരണോ? ഓ, പെറ്റതാണെന്നെങ്കിലും സമ്മതിച്ചല്ലോ. എന്നാ പിന്നെ ഇവിടെ താമസിപ്പിക്കുന്നതിലും ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും അസ്മാബീനെ അവിടെ നിർത്താൻ പ്രശ്നമില്ല. സീനത്തിനെ നോക്കാൻ എന്റെ ആദ്യത്തേലുള്ളതും ഞങ്ങൾക്കുള്ളതുമായിട്ട് 3-4 മക്കള് വേറെയുണ്ട്. അതിന്റെ കൂടെ ഇതും കൂടി നോക്കാൻ കയ്യൂല യൂസഫേ. സുലൈമാൻക, അസ്മാബിനെ എങ്ങനെയെങ്കിലും ഭാരം ഒഴിവാക്കാൻ വേണ്ടി വന്നതല്ല ഞങ്ങള്. കൊണ്ടുപോകും വഴി അവളെ പെറ്റുമയൊന്ന് കാണിക്കാൻ വന്നതാ. നാളെ ചോദിച്ചില്ല പറഞ്ഞില്ല എന്ന് വേണ്ടല്ലോ. അളിയൻ അറിയില്ല, ഇവളിപ്പോ ഒരു നിധിയാ. നിധിയല്ല, ഒരു ജില്ലേന്റെ ഖജനാവ് മുഴുവാണെങ്കിലും ഇവളവിടെ വേണ്ട. നിങ്ങൾ സീനത്താത്തന് നിക്കാഹ് ചെയ്യുമ്പോൾ അറിയില്ലായിരുന്നോ ഇങ്ങനൊരു മോളുണ്ടെന്ന്? നിക്കാഹിന് മുമ്പ് നിങ്ങൾക്കുണ്ടായ നിങ്ങളുടെ മക്കളെ സീനത്താത്ത നോക്കുന്നില്ലേ? ആ നിലക്ക് അവരുടെ കുഞ്ഞിനെ നോക്കാനുള്ള ധാർമ്മിക ഉത്തരവാദിത്വം നിങ്ങൾക്കുണ്ട്. പോട്ടെ, ഉമ്മയുടെ അരികിൽ വളരാനുള്ള അവകാശം ഇവൾക്കുണ്ടല്ലോ. സ്നേഹം, പരിചരണം, ഉപദേശം, ശാസന, അങ്ങനെ പലതും. നിങ്ങൾ അധികം പ്രസംഗിക്കണ്ട, വിട്ടോളി, പോകാൻ നോക്കി. ബാ സീനത്തെ, വാ മോളെ. അബ്ബാസ്ക, ഞാൻ അപ്പോളേ പറഞ്ഞില്ല യൂസഫേ, സുലൈമാനിന്റെ പെങ്ങളെ എനിക്ക് നല്ലോണം അറിയാം.
ഉമ്മാന്റെ കുട്ടീനെ ഒന്ന് കാണാൻ കിട്ടിയല്ലോ. ഉമ്മ, ഞങ്ങൾ അഹമ്മദ് ഖാന്റെ വീട്ടിലൊന്ന് പോയി. ആദ്യമൊക്കെ സുഹൃത്താത്ത കരുതുള്ളിയെങ്കിലും ഒടുവിൽ ഇവരുടെ പേരിൽ ഈ നിധി ഉണ്ടെന്ന് കേട്ടപ്പോ സുഹൃത്താത്ത പ്ലേറ്റ് മാറ്റി. പിന്നെ സ്നേഹം ഒലിക്കല്ലേ. ഉമ്മാന്റെ കുട്ടീനെ എങ്ങോട്ടും പോണ്ട. ഇതെന്താടാ കയ്യില്? ഇതാണുമ്മ ഞാൻ പറഞ്ഞ നിധി. ഒരു കോടീശ്വരൻ അസ്മാബിക്ക് ദാനം ചെയ്തതാ. ലക്ഷങ്ങളുടെ മുതലുണ്ട്. ദാനോ? ആ, ദാനൊന്നും ഞമ്മക്ക് വേണ്ട മോനെ. ഞമ്മളെ നിധി ഇതാ. അതങ്ങോട്ട് തിരിച്ചു കൊടുത്തേക്ക്. ഏതെങ്കിലും യത്തീമകൾക്ക് ഉപകാരപ്പെടട്ടെ. അതാണ് അതിന്റെ ശരി. നേരാ. നമ്മളെ മോൾ യത്തീമല്ല. ഇത് യത്തീമിന് അവകാശപ്പെട്ടതാ. യത്തീമിന്റെ മുതൽ അനാവശ്യമായി ഉപയോഗിക്കുന്നവനെ പടച്ചും വെറുതെ വിടില്ല. അല്ലാഹ് മാപ്പ്. എന്നാ വരി മക്കളെ. എന്നാ പിന്നെ ഞാനങ്ങട്ട്. ഓ, പെങ്ങളെ മൊഴിയല്യോന്റെ വീടാണല്ലോ. അബ്ബാസ്ക്ക് കേറാൻ വിഷമുണ്ടാവും. അബ്ബാസേ, അഹമ്മദാണ് സീനത്തിന് മൊഴി ചൊല്ലിയത്, ഞങ്ങളാരുമല്ല. അഹമ്മദിന് മനസ്സിലേ ഓളില്ലാതുള്ളൂ. ഓന്റെ ഉമ്മയായ എന്റെ മനസ്സിൽ ഇപ്പോഴും സീനത്തുണ്ട്. ഉമ്മാന്റെ കുട്ടീനെ ഞാൻ എപ്പോഴും ഓളെ വിളിച്ചിട്ടുള്ളൂ. എന്റെ കുട്ടികളെ ഓർത്ത് കണ്ണീരൊഴുക്കാത്ത ഒരു ദിവസം ഉണ്ടായിട്ടില്ല. വരിൻ അബ്ബാസ്ക. എന്തൊക്കെ പറഞ്ഞാലും അസ്മാബിന്റെ ഒരേ ഒരു അമ്മാവെന്നുള്ള സ്ഥാനം നിങ്ങൾക്ക് തന്നെ. ഇങ്ങോട്ട് വരി.